നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ടെക് ചാനൽ നടത്തുമ്പോൾ നമുക്ക് ഏറ്റവും വരുന്ന റിക്വസ്റ്റ് ആണ്, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുടെ അടുത്താണെങ്കിലും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് വരുന്ന ഏറ്റവും വലിയ റിക്വസ്റ്റ് ഏറ്റവും മികച്ച സ്മാർട്ട് ഫോൺ ഏതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ യൂസിനനുസരിച്ച് നമ്മളൊരു നല്ല സ്മാർട്ട് ഫോൺ അവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ രണ്ടാമത് വരുന്നൊരു ചോദ്യമാണ്, ഞാനിത് ഓൺലൈൻ വഴി എടുക്കണോ അതോ എൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് എടുക്കണോ എന്നുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഏത് മാർഗത്തിൽ നിന്ന് നിങ്ങൾ ഫോൺ എടുക്കുന്നതാണ് നല്ലത്. അതായത് നിങ്ങൾ ഓൺലൈൻ വഴി എടുക്കുന്നതാണോ നല്ലത് അതോ നിങ്ങൾ സ്റ്റോറിൽ പോയി എടുക്കുന്നതാണോ ഏറ്റവും നല്ലത് എന്നാണ് നമ്മൾ ഇനി വീഡിയോ കൂടെ നോക്കാൻ പോകുന്നത്. സോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജീൻസ് ടെക്സോൾ എന്ന എൻ്റെ ടെക് ചാനലാണ്. ഞാനാണ് ജീൻസൺ. നേരെ വീഡിയോയിലേക്ക്. സോ നമ്മുടെ ടോപ്പിക്ക് നോക്കുവാണെങ്കിൽ, ആൾക്കാർ സ്മാർട്ട് ഫോൺ വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കുന്ന അവരുടെ ബഡ്ജറ്റിനുള്ള സ്മാർട്ട് ഫോണിൽ ഏറ്റവും മികച്ച സ്മാർട്ട് ഫോണാണ് നോക്കുന്നത്. രണ്ടാമത് നോക്കുന്നത് ഏത് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കും, ഓൺലൈൻ വാങ്ങിക്കണോ ഓഫ്ലൈൻ വാങ്ങിക്കണോ എന്നുള്ളതാണ്. ഓൺലൈൻ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആമസോൺ ഉണ്ട്, അതുപോലെ ഫ്ലിപ്കാർട്ട് ഉണ്ട്. ഓഫ്ലൈൻ ആണെങ്കിൽ നമ്മുടെ അടുത്ത് ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് ഷോറൂം കാണും, അല്ലെങ്കിൽ മൊബൈൽ ഷോറൂം കാണും, അങ്ങനെ ഏതെങ്കിലും ഒരു ഓഫ്ലൈൻ സ്റ്റോർ കാണും. സോ ഇത് രണ്ടെണ്ണത്തിൽ നമ്മൾ ഏതിൽ നിന്ന് വാങ്ങിക്കും എന്നുള്ളതാണ്. സോ രണ്ടെണ്ണത്തിനും അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. സോ നമുക്ക് ആദ്യം ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജും അതുപോലെ തന്നെ അഡ്വാൻറ്റേജും നോക്കാം. സോ ഓൺലൈൻ സ്റ്റോറുകൾ എന്ന് പറയുമ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ സ്ഥലങ്ങളിൽ നമ്മൾ ഫോണുകൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് രണ്ട് തരം അഡ്വാൻറ്റേജ് ആണ് കിട്ടുന്നത്. ഒന്ന്, ചീപ്പ് റേറ്റിൽ നമുക്ക് പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ അവൈലബിലിറ്റി കൂടുതലാണ്. സോ ചീപ്പ് റേറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മൾ സാധാരണ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നിന്ന് സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ടാക്സുകൾ ഭയങ്കരമായിട്ട് ഈടാക്കുന്നതാണ്. എന്നാൽ ഓൺലൈൻ സ്റ്റോറിൽ ഇത് വളരെയധികം കുറവാണ്. അതുപോലെ തന്നെ ഓൺലൈൻ സ്റ്റോറുകളിൽ ഡിസ്കൗണ്ടുകൾ നമുക്ക് സീസൺ അനുസരിച്ച് കിട്ടും. അതായത് ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ ഇപ്പോൾ പല സീസണിനനുസരിച്ചിട്ട് സ്മാർട്ട് ഫോണിനൊക്കെ ഓഫറുകൾ കുറയുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും സ്മാർട്ട് ഫോണിന് മാത്രമായിട്ടൊരു ഡീലൊക്കെ ഫ്ലിപ്കാർട്ടിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോണിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ ഓൺലൈൻ മേഖലകളിലും നമുക്ക് സീസണിനനുസരിച്ച് ഡിസ്കൗണ്ടും കാര്യമൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകം ഇന്ന ബാങ്കിൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ആണെങ്കിൽ നമുക്ക് പൈസ കുറച്ച് കിട്ടുന്നുണ്ട്. അങ്ങനെ പല പല ഫീച്ചേഴ്സ് നമുക്ക് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ സെക്കൻഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന അവൈലബിലിറ്റിയാണ്. നമ്മളൊരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ, അതായത് നമ്മുടെ രാജ്യത്തിൽ ലോഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം അത് അവൈലബിൾ ആവുന്ന ഒന്ന് അതിൻ്റേതായ ഓൺലൈൻ ഷോപ്പിംഗ് മേഖലകളിൽ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ സ്ഥലങ്ങളിൽ നമുക്ക് ഈ ഫോൺ ബ്രാൻഡുകൾ നമുക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഇത് ഓഫ്ലൈൻ സ്റ്റോറുകളിലേക്ക് വരാൻ അത്യാവശ്യം നല്ല സമയമെടുക്കും. കുറഞ്ഞത് ഒരു മാസത്തോളം അല്ലെങ്കിൽ ഒരു 2 ആഴ്ച 3 ആഴ്ചയോളം എടുക്കും ഈ ഫോണുകൾ ഓഫ്ലൈൻ സ്റ്റോറുകൾ വരാൻ. സോ ഒരു ഫോൺ പുതിയതായിട്ട് വന്നു, അതിനെ യൂസ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ ആ ഫോൺ മാത്രം ലക്ഷ്യം വെച്ച് നിങ്ങളൊരു ഫോൺ എടുക്കാനിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ സ്റ്റോർ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. സോ ഇതാണ് ഓൺലൈൻ സ്റ്റോറിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ ഓൺലൈൻ സ്റ്റോറിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് ഹാൻഡ്സ് ഓൺ യൂസ് ചെയ്ത് നോക്കാൻ കഴിയത്തില്ല. ഹാൻഡ്സ് ഓൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പുതിയ ഫോൺ ഇറങ്ങുവാണെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ യൂട്യൂബിൽ കയറിയിട്ട് അതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂസ് കാണാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോട് ചോദിക്കും, ആ ഫോണുകൾ എടുത്ത കൂട്ടുകാരോട് നമ്മൾ ചോദിക്കും എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ എങ്ങനെയുണ്ട് ഇതിൻ്റെ ബോഡി എന്നുള്ളതൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അങ്ങനെയാണ് നമ്മളൊരു ഫോൺ വാങ്ങിക്കാറ്. എന്നാൽ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തു, അത് തന്നെ നമുക്ക് എടുക്കണമെന്നുള്ളൊരു ലക്ഷ്യമാണെങ്കിൽ ഇതിൻ്റെ ഹാൻഡ്സ് ഓൺ റിവ്യൂ ഒന്നും കൂടുതലും യൂട്യൂബിൽ കാണില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ എടുത്ത് കാണത്തില്ല. അപ്പോൾ നമുക്ക് ഒരു വിശ്വാസക്കുറവ് കാണും, ഇതങ്ങ് എടുത്താൽ നല്ലതാവുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണുമോ, ഡിസഡ്വാൻറ്റേജ് കാണുമോ, ഹീറ്റിംഗ് ഇഷ്യൂ കാണുമോ, ഇതൊക്കെ നമുക്ക് നേരിടുന്ന ഒരു പ്രശ്നമാണ്. സോ ഇതാണ് ഓൺലൈൻ പർച്ചേസിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. മറ്റൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഷിപ്പ് ചെയ്ത് നമ്മുടെ അടുത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ഡാമേജ്ഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? അതുമാത്രമല്ല, തിരിച്ചറിയാൻ സാധിക്കാത്ത ഒരാളാണെങ്കിൽ 30 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 10 ദിവസം കഴിയുമ്പോൾ ഇത് റീപ്ലേസ് ചെയ്യാൻ സാധിക്കത്തില്ല. അങ്ങനെ പലരും പല പ്രശ്നങ്ങളും നേരിടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് ഓൺലൈൻ വഴി നമ്മൾ വാങ്ങിച്ചാലുള്ള കൂടുതൽ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. പിന്നെ മറ്റുള്ളവർക്ക് ചില പ്രശ്നങ്ങൾ വരുന്ന ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്ലിപ്കാർട്ടിലൊക്കെ നമുക്ക് ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഒരു മൊബൈലൊക്കെ വാങ്ങിക്കുമ്പോൾ 1 ഇയർ നമുക്ക് വാറൻറ്റി ലഭിക്കാറുണ്ട്. എന്നാൽ ഇത് എക്സ്റ്റെൻഡഡ് വാറൻറ്റി നമുക്ക് ലഭിക്കും. ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമുക്ക് എക്സ്റ്റെൻഡഡ് വാറൻറ്റി കിട്ടും. അപ്പോൾ അതിനുള്ളൊരു ട്രിക്ക് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുക. സോ നമുക്കിനി ഓഫ്ലൈൻ സ്റ്റോറിൻ്റെ
അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് നോക്കാം. സോ ഓഫ്ലൈൻ ഷോപ്പിംഗ് അല്ലെങ്കിൽ ഓഫ്ലൈൻ സ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ അടുത്തുള്ള മൊബൈൽ ഷോറൂമുകൾ, നമ്മുടെ മൊബൈലിൻ്റെ ബ്രാൻഡഡ് ഷോറൂംസിലൊക്കെ പോയി നമ്മൾ ഫോൺ എടുക്കുന്നതാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഗുണം അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹാൻഡ്സ് ഓൺ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഈ ഫോൺ എങ്ങനെയുണ്ട്. ഇനി നമുക്ക് ഇപ്പോൾ പല സ്റ്റോറുകളിൽ നമുക്ക് ഗെയിമൊക്കെ കളിച്ച് നോക്കാം, നമുക്ക് ടെസ്റ്റ് ചെയ്ത് ക്യാമറ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ഇഷ്ടപ്പെട്ടാൽ മാത്രം നമ്മൾ ഫോൺ എടുത്താൽ മതി. സോ അങ്ങനെ ഒരു ഫീച്ചർ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ അങ്ങനെ ഫോൺ എടുക്കാനാണ് താല്പര്യപ്പെടുന്നത്. അത് മാത്രമല്ല, നമുക്ക് ഒരു കടയിൽ നിന്ന് നമ്മളൊരു ഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ നമുക്ക് അതേ കടയിൽ തന്നെ കൊണ്ട് ചെല്ലാൻ സാധിക്കും. അതുപോലെ തന്നെ നന്നാക്കണമെങ്കിൽ നമുക്ക് ആ കടയിൽ തന്നെ ചെല്ലാൻ സാധിക്കും. അങ്ങനെ കുറേ ഗുണങ്ങളുണ്ട്. അത് മാത്രമല്ല, റീപ്ലേസ്മെൻറ്റ്, ഗ്യാരൻറ്റി, ഇതിനൊന്നും നമ്മൾ അലഞ്ഞടക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എടുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ ഇതുകൊണ്ട് ചെന്നാൽ മതി. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഡ് വാറൻറ്റി ആണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഓൺലൈൻ പർച്ചേസിനേക്കാളും കൂടുതൽ പൈസ ഇവിടെ ഈടാക്കുന്നതാണ്. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഒരു വലിയ തുക തന്നെ നമുക്ക് ടാക്സിനായിട്ട് തന്നെ എടുക്കും. അതുകൊണ്ടാണ് ഈ വില കൂടുന്നത്. സോ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സാംസങ്ങിൻ്റെ M21 ഒക്കെ നമുക്ക് ഓഫ്ലൈനിൽ 12,000 കിട്ടും. എന്നാൽ ഒരു നമ്മൾ ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഒരു 15,000 16,000 രൂപീസോളം ആവും M21 എന്ന സാംസങ്ങിൻ്റെ സ്മാർട്ട് ഫോണിന്. സോ ഇവിടെയാണ് നമുക്ക് ഡിഫറൻസ് വരുന്നത്. ഒരു 3,000 രൂപയോളം നമുക്ക് ടാക്സിന് തന്നെ പിടിക്കും. സോ ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത് കൊണ്ട് തന്നെ ആൾക്കാർ കൂടുതലും ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കാറുള്ളൂ. അത് മാത്രമല്ല, മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് അവൈലബിലിറ്റിയാണ്. ഇതിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 15,000 രൂപയ്ക്ക് ഒരു പുതിയ സ്മാർട്ട് ഫോൺ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ഓൾറൗണ്ടർ സ്മാർട്ട് ഫോണാണ് ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സ്മാർട്ട് ഫോൺ തന്നെ എടുക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാൽ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ ഇത് എത്താനായിട്ട് നമുക്ക് 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയോളം സമയം പിടിക്കും. ഈ സമയത്തിനുള്ളിൽ മറ്റൊരു സ്മാർട്ട് ഫോൺ എന്തായാലും ഇറങ്ങും. അപ്പോൾ നമ്മൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ പുറകെ പോകും. അങ്ങനെ ആ സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ ഇനി ഒരു 2 ആഴ്ച 3 ആഴ്ച സമയം എടുക്കും. അപ്പോഴേക്കും പഴയ സ്മാർട്ട് ഫോൺ കടയിലെത്തിയിട്ടുണ്ട്. സോ ഇങ്ങനൊരു പ്രശ്നം പലരും നേരിടുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് ഓൺലൈനിൽ നിന്ന് എടുക്കാനൊരു താല്പര്യമില്ല, അവർക്കൊരു വിശ്വാസമില്ല എന്നുള്ളതാണ്. സോ ഓഫ്ലൈനിൽ നിന്നാണോ ഓൺലൈനിൽ നിന്നാണോ ഒരു പർച്ചേസ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്മാർട്ട് ഫോൺ പർച്ചേസ് നടത്തേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒരു 90% കൂടുതലും യോജിക്കുന്നത് ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ബെറ്റർ പ്രൈസിൽ കിട്ടും. അതുപോലെ തന്നെ ഒരു പുതിയ സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഒരു അവൈലബിലിറ്റി ഓഫ് സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എക്സ്റ്റൻഡഡ് വാറൻറ്റി കിട്ടുവാണെങ്കിൽ എന്തായാലും നമ്മൾ അവിടെ നിന്ന് എടുക്കാനേ നോക്കത്തുള്ളൂ. സോ എക്സ്റ്റൻഡഡ് വാറൻറ്റി എങ്ങനെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ ഒരു 10 ദിവസത്തേക്കിന് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടും. അതുപോലെ തന്നെ 30 ദിവസത്തിന് റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി കിട്ടും. ഒരു ലാപ്ടോപ്പൊക്കെയാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 1 വർഷത്തെ ഇൻ്റർനാഷണൽ വാറൻറ്റിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഈ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യണം. നമ്മുടെ ഓഫ്ലൈൻ സ്റ്റോറുകാർ നമ്മളോട് ഏറ്റവും കൂടുതൽ പറഞ്ഞ് വാദിക്കുന്ന ഒരു കാര്യം ഇതാണ്. നിങ്ങൾ ഓൺലൈൻ സ്റ്റോർ വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് സാധാരണ 1 വർഷത്തെ വാറൻറ്റിയാണ്. എന്നാൽ ഞങ്ങളുടെ കടയിൽ നിന്ന് നിങ്ങൾക്ക് ഒഫീഷ്യൽ വാറൻറ്റി അല്ല, അതൊരു എക്സ്റ്റൻഡഡ് വാറൻറ്റിയും കൂടെ തരുമെന്ന്. സോ ഈ എക്സ്റ്റൻഡഡ് വാറൻറ്റി നമുക്ക് ഫ്ലിപ്കാർട്ട് വഴി നമുക്ക് എടുക്കാൻ സാധിക്കും. സോ ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമല്ലോ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് അസ്യൂസിൻ്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. അസ്യൂസിൻ്റെ നിങ്ങളൊരു ലാപ്ടോപ്പ് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ വാറൻറ്റി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ആദ്യം അസ്യൂസിൻ്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ സ്റ്റോറിൽ ചെന്ന് നിങ്ങൾ ബന്ധപ്പെടുക, അവരുടെ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെടുക. അങ്ങനെ അവിടെ നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൻ്റെ എക്സ്റ്റൻഡഡ് വാറൻറ്റി സ്റ്റോറിൽ നമുക്ക് ചെല്ലാവുന്നതാണ്. സോ ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഇവിടെ ഒരു നമ്പർ നൽകാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ഇത് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയർ, അതായത് എക്സ്റ്റൻഡഡ് കസ്റ്റമർ കെയറിൻ്റെ നമ്പറാണ്. സോ ഇത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് അവരുമായിട്ട് സംസാരിച്ച് എക്സ്റ്റൻഡഡ് വാറൻറ്റി ഒരു ഏകദേശം 199 രൂപ 200 രൂപയൊക്കെ തീരാവുന്നൊരു കാര്യമാണ് എക്സ്റ്റൻഡഡ് വാറൻറ്റി എന്ന് പറയുന്നത്. സോ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 വർഷം അല്ലെങ്കിൽ 6 മാസമൊക്കെ കൂട്ടി ലഭിക്കുന്നതായിരിക്കും. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്റ്റൻഡഡ് വാറൻറ്റി ലഭിക്കുന്നത്. സോ ഇതുപോലെ തന്നെ ആമസോണിനും ഒരു വഴിയുണ്ട്, പക്ഷേ എനിക്ക് ആമസോണിൻ്റെ നമ്പർ കിട്ടിയില്ല. എന്തായാലും നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. സോ നിങ്ങളൊരു സ്മാർട്ട് ഫോൺ ഓൺലൈനാണോ ഓഫ്ലൈനാണോ വാങ്ങിക്കേണ്ടതെന്നുള്ളതിന് സംശയവും കാര്യങ്ങളൊക്കെ തീർന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ എന്നും അപ്ലോഡ് ചെയ്യുന്ന ടെക് വീഡിയോസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. സോ നമ്മുടെ 100ാമത്തെ വീഡിയോയിൽ നമ്മൾ ഗീവയും കാര്യങ്ങളൊക്കെ നൽകുന്നതായിരിക്കും. ഗീവയുടെ കാര്യങ്ങളൊന്നും മറന്നിട്ടൊന്നുമില്ല. സോ പുതിയ വീഡിയോസ് വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ബി സേഫ്.